ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ചക്കയെക്കുറിച്ചാണ്. നമ്മുടെ ദേശീയ വൃക്ഷമായ ചക്ക നമ്മുടെ ദേശീയ വൃക്ഷമാണ്. ചക്കയും ഫ്രൂട്ടായിട്ടുള്ള ചക്കയും ചക്കപ്പഴവും. അപ്പം ഈ ചക്കക്കാലത്ത് നമുക്ക് ചക്ക കഴിച്ച് തന്നെ നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ നോക്കുക. നമ്മൾ ചക്കയെ പഴാക്കി കളയരുത്. അന്യനാടുകളിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് ചക്ക നിസ്സാര വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. അവരത് ഫാക്ടറിയിൽ ചക്കപ്പൊടിയായിട്ടും മറ്റു രീതിയിലുള്ള പല ഉൽപ്പന്നങ്ങളായിട്ടും ഉണ്ടാക്കി വിദേശത്തേക്ക് കയറ്റി അയക്കുകയാണ്. അപ്പം നമുക്ക് ചക്കയെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻസ് അറിയില്ല. ചക്കയിൽ ഉയർന്ന അളവിൽ വിറ്റാമിൻ സി ഉണ്ട്, പൊട്ടാസ്യമുണ്ട്, കാൽസ്യമുണ്ട്, മഗ്നീഷ്യമുണ്ട്, അതുപോലെ തന്നെ വിറ്റാമിൻ എ ഉണ്ട്, ഫൈബർ കണ്ടൻസ് ധാരാളമുണ്ട്. ഉയർന്ന അളവിൽ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ളതിനാൽ ഇത് വളരെ ഒരു ദിവ്യ ഔഷധമാണ്. കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടുന്നു, അതുപോലെ തന്നെ നമ്മുടെ ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു, അതുപോലെ ഡൈജസ്റ്റീവ് സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്നു. നല്ലൊരു മലശോധന തരുന്നു, കോൺസ്റ്റിപ്പേഷനൊക്കെ അവോയ്ഡ് ചെയ്തിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ട് ഹെൽത്തിന് വളരെ നല്ലതാണ്. പൊട്ടാസ്യം ധാരാളമായിട്ടുള്ളതിനാൽ ബ്ലഡ് പ്രഷറിനെ നിയന്ത്രിച്ച് ഹാർട്ട് ഹെൽത്തിൻ്റെ സർക്കുലേഷനൊക്കെ കൂട്ടുന്നു, ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. മഗ്നീഷ്യം ഉള്ളത് ബോൺ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് ഗുണങ്ങളടങ്ങിയതാണ് നമ്മുടെ ചക്ക. അതുകൊണ്ട് ചക്ക നമ്മൾ നിസ്സാരമായിട്ട് കരുതരുത്. ചക്കയിൽ ഉയർന്ന അളവിൽ ഏറ്റവും വിഷം കൂടാതെ കഴിക്കാവുന്ന ഏറ്റവും ഒരു സൂപ്പർ ഫുഡാണ് ചക്കയും ചക്കക്കുരുവും. നമുക്ക് വെളിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആഹാരങ്ങളെല്ലാം വിഷം നിറഞ്ഞതാണ്. ഏറ്റവും വിമുക്തമായ ഒരു ആഹാര പദാർത്ഥമാണ് ചക്കയും ചക്കയുടെ ഉൽപ്പന്നങ്ങളും. അതുകൊണ്ട് നമുക്ക് ചക്ക ഉള്ളപ്പോൾ ചക്ക കഴിക്കുക. ഷുഗർ ലെവലിനെ വളരെയധികം പഠനങ്ങൾ പറയുന്നത് ഷുഗറിനെ കുറയ്ക്കാനും ഷുഗറിനെ കൺട്രോൾ ചെയ്യാനും പതിവായിട്ട് ചക്ക കഴിച്ചാൽ മതി. ആൻറ്റി ഓക്സിഡൻസ് ധാരാളമായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ചക്കക്കാലത്ത് നിങ്ങൾ ചക്ക കഴിച്ച് നിങ്ങളുടെ ആരോഗ്യം വീണ്ടെടുക്കുക. അതാണ് ഇന്നത്തെ എനിക്ക് പറയാനുള്ള മുഖ്യമായിട്ടുള്ള കാര്യം. നിസ്സാരമായിട്ട് ചക്കയെ കരുതരുത്. നിങ്ങൾ ചക്ക പതിവായിട്ട് കഴിക്കുക. ഒരു നേരത്തെ ആഹാരമായിട്ട് ചക്ക കഴിക്കുക. ഇപ്പം ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കുറവാണ്. ചോറ് കഴിക്കണ്ട. ചോറിന് പകരം ഒരു നേരത്തെ ആഹാരമായിട്ട് ചക്ക കഴിക്കുക. അത് വളരെ ഉത്തമം. ഞാൻ ഈ ചക്കക്കാലത്ത് ഉച്ചയ്ക്കത്തെ ലഞ്ച് എപ്പോഴും ചക്ക തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ഷുഗർ ലെവലൊക്കെ കുറയ്ക്കാനും നമുക്ക് ആരോഗ്യം വീണ്ടെടുക്കാനും കഴിയും. ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ CKD പേഷ്യൻസ്, കിഡ്നി ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന പേഷ്യൻസിന് ചക്ക നല്ലതല്ല. കാര്യം പൊട്ടാസ്യം അതിനകത്ത് കൂടുതലുള്ളതാണ്. പൊട്ടാസ്യം കുറഞ്ഞ ഫുഡാണ് കഴിക്കേണ്ടത്. അങ്ങനെയുള്ളവർ ചക്ക കഴിക്കാതിരിക്കുക. കിഡ്നി ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസൊന്നും ചക്ക കൊടുക്കാതിരിക്കുക. അതായത് പൊട്ടാസ്യം ധാരാളമുണ്ട്. അല്ലാത്തവർക്കെല്ലാം ചക്ക കഴിക്കാവുന്നതാണ്. അപ്പം ഇതൊരു അറിവാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരികയാണ്. അപ്പം ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ ആൻഡ് ബ്ലെസ്സഡ് ഡേ. ബൈ.